എല്ലാവർക്കും അഭിവാദനങ്ങൾ. നമ്മുടെ നിയർ ക്രിസ്ത്യാനിറ്റി സ്റ്റഡി ഏകദേശം അതിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളതിന്റെ അഞ്ചാം ചാപ്റ്ററാണ് ഇന്ന് നോക്കുന്നത്. അഞ്ചാം ചാപ്റ്ററില് പ്രാക്ടിക്കൽ കൺക്ലൂഷൻ, അതിന്റെ ഒരു കൺക്ലൂഷൻ തന്നെയാണ് ഏകദേശം പറഞ്ഞിരിക്കുന്നത്. അപ്പോ ബുക്ക് നമ്പർ 2 ചാപ്റ്റർ 5 5 അധ്യായങ്ങളാണ് ബുക്ക് രണ്ടാമത്തെ ബുക്കിലുള്ളത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് പ്രാക്ടിക്കൽ കൺക്ലൂഷൻ. ഇതിനു മുമ്പ് ലൂയിസ് പറഞ്ഞു വെച്ചത് യേശുക്രിസ്തു ആരാണ് എന്നുള്ള കാര്യം പറഞ്ഞു വെച്ചു. യേശുക്രിസ്തുവിനെ പെട്ടെന്ന് നാടകീയമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. നാടകീയമായിട്ട് യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ള കാര്യം അവതരിപ്പിച്ചു. അതിനു മുമ്പുള്ള കാര്യം നമുക്കറിയാമല്ലോ. എന്നിട്ട് യേശുക്രിസ്തു ചെയ്തത് എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞു. യേശുക്രിസ്തു ചെയ്തത് അറ്റോൺമെന്റ് ആണ്. അപ്പോൾ അത് എങ്ങനെ ലഭിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം പറയാൻ പോകുന്നത്. അപ്പോൾ ഈ അറ്റോൺമെന്റ് എന്നുള്ളത് എന്താണ്, അതിന് ചില പ്രായോഗികമായിട്ടുള്ള വശങ്ങൾ, അതിന് ചില ഉദാഹരണങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചു തന്നു. അതാണ് ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആയതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ, പാപപരിഹാരം വരുത്താൻ, അറ്റോൺമെന്റ് വരുത്താൻ കർത്താവിന് സാധിക്കും. അപ്പോൾ ക്രിസ്ത്യൻ ഡോക്ട്രിൻ ഓഫ് അറ്റോൺമെന്റ് അതെന്താണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അതിന്റെ പ്രായോഗികതയെക്കുറിച്ച്, അതെങ്ങനെ നമുക്ക് ലഭിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പൊ അദ്ദേഹം പറയാനായിട്ട് പോകുന്നത്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു മനുഷ്യർക്ക് വേണ്ടി അറ്റോൺമെന്റ് എന്ന് വരുത്തി, അല്ലെങ്കിൽ പാപപരിഹാരം വരുത്തി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ ലഭിക്കും, നമുക്ക് പ്രായോഗികമായിട്ട് എങ്ങനെ നമുക്ക് ലഭിക്കും എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ എങ്ങനെ രക്ഷിക്കപ്പെടാം എന്നുള്ള ചോദ്യമാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പോ യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ പാപപരിഹാര യാഗം, അതില് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊന്ന്, കർത്താവ് പൂർണ്ണമായിട്ടുള്ള അടിയറവ് പറഞ്ഞു. അതേപോലെ ഏറ്റവും അധികം അപമാനം അവൻ സഹിച്ചു. അപ്പൊ ഈ അടിയറവും അപമാനവും നമ്മുടെ കൂടി ഭാഗമാക്കി മാറ്റിയാൽ, നമ്മൾ അതിൽ പങ്കുള്ളവരായിട്ട് തീർന്നാൽ ക്രിസ്തു നേടിയ വിജയത്തിൽ നമുക്ക് പങ്കുകാരാവാനായിട്ട് സാധിക്കും. അതാണ് ക്രിസ്ത്യൻ ഡോക്ട്രിൻ. അതാണ് ലൂയിസ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ അപമാനത്തിലും അവന്റെ അടിയറവിലും നാം ഒരു രീതിയിൽ പങ്കാളികളായി തീർന്നാൽ അവന്റെ മരണത്തിന്മേലുള്ള വിജയം, അതാണ് അതിന്റെ റിസൾട്ട്, അതിൽ നമുക്ക് പങ്ക് ലഭിക്കും. ഇതാണ് ക്രൈസ്തവിശ്വാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതൊരു പുതിയ ജീവനാണ്, ഒരു പുതിയ തുടക്കമാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ എവല്യൂഷൻ പറയുന്ന ആളുകൾ സൂപ്പർമാൻ ഉണ്ടായി വരും എന്ന് വിശ്വസിക്കുന്നു. മനുഷ്യന് ശേഷം അടുത്ത ഒരു സ്പീഷീസ് ഉണ്ടായി വരും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവരതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം എവല്യൂഷൻ മനുഷ്യരെത്തിക്കുന്നത് നിന്നുപോയി എന്ന മട്ടിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അവർ പറഞ്ഞില്ലെങ്കിലും, കാരണം അവർക്ക് പുതിയ എവല്യൂഷനും പുതിയ സൃഷ്ടികളൊന്നും കാണുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നു മനുഷ്യന്റെ പരിണാമത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഒരു സൂപ്പർ ഹ്യൂമൻ ഉണ്ടായി വരും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഒരു സൂപ്പർ ഹ്യൂമനെ പോലെ ആണ് ക്രിസ്ത്യാനി എന്ന മട്ടിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് താരതമ്യം ചെയ്യാൻ നോക്കിയതായിരിക്കാം. അപ്പൊ ഒരു പുതിയ മനുഷ്യവർഗം ഉണ്ടാവുന്നു. ആ പുതിയ മനുഷ്യവർഗത്തിന്റെ തുടക്കം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം അതിന് പറയുന്നത്, നമ്മുടെ സാധാരണ ജീവൻ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, ആ ജീവൻ കിട്ടിയതുപോലെ തന്നെയാണ് ഈ പുതിയ ജീവനും കിട്ടുന്നത് എന്ന് ഏകദേശം എന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പൊ അതായത് ഒരു മനുഷ്യജീവന്റെ ആരംഭം മനുഷ്യൻ ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളാണ്. നമുക്കറിയാം, പ്രത്യുൽപാദനത്തിന് പല മാർഗങ്ങളുണ്ട്. മനുഷ്യരുടെ രീതി ഇതാണ്.
ലൈംഗിക പ്രത്യുൽപാദനമാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാം ഒന്ന് വിശദീകരിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്നതുപോലെ മനുഷ്യന്റെ ജനനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ആ കുഞ്ഞ് ജനിക്കുന്നു, ആ പ്രക്രിയയിലൂടെ ജനിക്കുന്നു എന്നുള്ളത് വാസ്തവമാണെങ്കിലും അത് മനസ്സിലാക്കാനോ അതിന്റെ കാര്യങ്ങളെ വിശദീകരിക്കാനോ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. പക്ഷെ കുഞ്ഞിന് ജീവൻ ലഭിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അങ്ങനെയാണ്. അതിന്റെ രക്ഷയുടെ എല്ലാ കാര്യങ്ങളും അവന് വിശദീകരിക്കാനോ അതിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കാനോ അവന് സാധിക്കുന്നില്ലെങ്കിലും അതിലൂടെ അവൻ ജീവൻ ലഭിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വസ്തുതയുണ്ട്. അങ്ങനെയാണ് ക്രിസ്തീയ ജീവനും മനുഷ്യന് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അതിനായിട്ട് നമ്മൾ ഒരു ക്രിസ്തുവിന്റെ ഒരു പഠനങ്ങൾ കേൾക്കുന്ന, ക്രിസ്തുവിന്റെ ഡോക്ട്രിൻസ് ഒക്കെ കേൾക്കുന്ന ഒരാളായ മാത്രം പോരാ, അല്ലെങ്കിൽ ക്രിസ്തീയ ചിന്തകളോട് താല്പര്യം തോന്നിയാൽ മാത്രം പോരാ, അതൊരു പുതിയ ജീവൻ പോലെ തന്നെ ധരിക്കേണ്ട ഒന്നാണ്. ഒരു പുതിയ തുടക്കം തന്നെയാണ്. ക്ലാസ്സുകൾ കേൾക്കുകയോ പഠനങ്ങൾ കേൾക്കുകയോ ചെയ്തുകൊണ്ട് മാത്രം പുതിയ ജീവൻ ലഭിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പഴയ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ അക്യൂർ ചെയ്യുന്ന ഒന്നാണ് പുതിയ ജീവൻ. അതേപോലെ തന്നെ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ അക്യൂർ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പുതിയ ജീവൻ, നമ്മുടെ ക്രിസ്തീയ ജീവൻ അല്ലെങ്കിൽ നിത്യജീവൻ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. മാതാപിതാക്കളിൽ നിന്ന് നമ്മുടെ മനുഷ്യ ജീവൻ കിട്ടുന്നത് പോലെ തന്നെയാണ്. അതേപോലെ അതിന് സമാനമായിട്ടുള്ള ഒരു പ്രക്രിയയോടെ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് പുതുജീവൻ ലഭിക്കുന്നു എന്നാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതിന് അദ്ദേഹം 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 വഴികൾ, 3 രീതിയിലാണ് അത് കിട്ടുന്നത്, 3 കാര്യങ്ങളിലൂടെയാണ് കിട്ടുന്നത് എന്ന് പറയുന്നു. ആ 3 കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിരി വരും, അല്ലെങ്കിൽ നമുക്ക് അതിനോട് യോജിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹം 3 കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് സ്നാനം, ഒന്ന് വിശ്വാസം, പിന്നെ മൂന്നാമത്തെ കാര്യത്തെ അദ്ദേഹം വിളിക്കുന്നത് ദ മിസ്റ്റീരിയസ് ആക്ഷൻ which different Christians call by different names: Holy Communion, the Mass, the Lord's Supper. അപ്പോ കുർബാനയെന്നും അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ എന്നും അല്ലെങ്കിൽ കർത്തൃമേശ എന്നും ഒക്കെ വിളിക്കുന്ന, വ്യത്യസ്ത ക്രിസ്ത്യാനികൾ വ്യത്യസ്തമായിട്ട് വിളിക്കുന്ന ആ ഒരു കാര്യം ഒന്ന്, പിന്നെ വിശ്വാസം, പിന്നെ സ്നാനം. അപ്പൊ ഈ കാര്യങ്ങളിലൂടെയാണ് ഈ ജീവൻ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഇതിന്റെ ഓരോ വക്താക്കൾ, ഇതിന് ഓരോന്നിനും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന വക്താക്കൾ ഉണ്ടെന്നും ചില ആളുകൾ ചില ഭാഗത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നു. ഒരു മെത്തഡിസ്റ്റുകാരനാണെങ്കിൽ അദ്ദേഹം വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ ഊന്നൽ നടത്തും. അതേസമയം ഒരു റോമൻ കാത്തലിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആംഗ്ലിക്കനൊക്കെ ആണെങ്കിൽ അവര് മറ്റ് പ്രത്യേകിച്ച് അവരുടെ മാസിനെ കുറിച്ചൊക്കെ അവർ പറയും. അപ്പൊ അങ്ങനെ ഓരോ കൂട്ടരും അവരുടേതായിട്ടുള്ള ഊന്നലെ കൊടുക്കും. എന്നാൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ അതിലൊരു എക്സ്പേർട്ട് അല്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു തിയോളജി നല്ല എന്ന് പരസ്യമായിട്ട് പറയുന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോ ഇതില് ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ നടത്തി അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ ഞാൻ തുനിയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതെന്തായാലും നന്നായി. കാരണം അദ്ദേഹം ഒരു രക്ഷ ലഭിക്കുന്ന വഴിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ ഒരുപക്ഷെ ഒരു തിയോളജിക്കൽ അദ്ദേഹത്തിന്റെ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ചേർന്ന് പോകുന്നതല്ല എന്ന് നമുക്ക് തോന്നി. കാരണം രക്ഷയ്ക്ക് ഈ 3 കാര്യങ്ങൾ, സ്നാനവും അതേപോലെ കർത്തൃമേശയും ഒക്കെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തിയോളജിയിലുള്ള അദ്ദേഹത്തിന്റെ കുറവാണ്, തിയോളജിക്കൽ ഒരു ആഴത്തിലുള്ള കുറവാണ്. അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു ആളല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിനോട് ചേർത്ത് ചില കാര്യങ്ങൾ താഴേക്ക് പറയുന്നുണ്ട്. ഇപ്പോ ഈ കാര്യങ്ങളിലൂടെ ഈ 3 കാര്യങ്ങളെ അദ്ദേഹം ബന്ധപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് താഴേക്ക്. അതെങ്ങനെയാണ് ജീവന്റെ
വാഹകരായിട്ട് തീരുന്നത് എന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇതെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല, ഇതെങ്ങനെയാണ് നിത്യജീവന്റെ വാഹകരായിട്ട് തീരുന്നത് എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു മറ്റ് പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ജനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും എല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല, എങ്കിലും അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെയാണ് ഇതും എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അതിന് പറയുന്നത്, കർത്താവ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. കർത്താവ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടല്ല, അങ്ങനെ മനസ്സിലാക്കാനുള്ള പ്രാപ്തി എനിക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ എന്നിട്ട് അദ്ദേഹം അധികാരത്തെക്കുറിച്ചും, പിന്നെ ആധികാരികമായിട്ട് ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ നാം അതിനെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത് എന്നതിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ട് മനസ്സിലായതുകൊണ്ടും അത് നേരിട്ട് കണ്ടതുകൊണ്ടും ഒന്നും അല്ലല്ലോ. അധികാരമുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകൾ അത് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ഏകദേശം അതുപോലെയാണ് എന്ന് അദ്ദേഹം ഒരു ന്യായം അതിന് പറയുകയാണ്. അപ്പോ മറ്റു പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിവില്ലെങ്കിലും ആധികാരികമായതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. 99% of things you believe are believed on authority. എന്നിട്ട് അദ്ദേഹം പറയാൻ, ന്യൂയോർക്ക് എന്നൊരു സിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു ഭാവന കൊണ്ട് അങ്ങനെ ഒരു സിറ്റിയെ, അങ്ങനെ ഒരു പട്ടണത്തെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുകയുമില്ല. പക്ഷെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകൾ അങ്ങനെ ഒരു സിറ്റി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് മതി എനിക്ക് വിശ്വസിക്കാൻ. അങ്ങനെയാണ് ഞാനത് വിശ്വസിക്കുന്നത്. അതേപോലെ പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ സൗരയുഗത്തെക്കുറിച്ച്, ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച്, അതേപോലെ ആറ്റത്തെക്കുറിച്ച്, മറ്റു പല പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിലും അങ്ങനെയുള്ള അതിനെക്കുറിച്ച് അറിയാവുന്ന പല ആളുകൾ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെയാണ് ഈ കാര്യങ്ങളും എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോ ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് ചരിത്രത്തിൽ അങ്ങനെ നടന്നു എന്നുള്ളത് നമ്മൾ കണ്ടതുകൊണ്ടല്ല, അതങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം അതിന് ന്യായമായിട്ട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ കർത്തൃമേശയും അതേപോലെ സ്നാനവും വിശ്വാസവും ഒക്കെ ഒരു അതിൽ തന്നെ ഉള്ള നന്മകളായിട്ട്, അല്ലെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് നേരെ രക്ഷ കൊണ്ടുവരുന്നു എന്ന ഒരു ചിന്ത അങ്ങനെയല്ല വിശ്വസിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഒരു വ്യക്തിക്ക് അതിനൊരു പങ്കുണ്ട്, അവൻ്റെതായിട്ടുള്ള പങ്ക് അതിന് നിർവഹിക്കണം, അപ്പോഴാണ് അത് ശരിക്കും കിട്ടേണ്ടത്, അത് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. Do not think that I am setting up baptism and belief and Holy Communion as things that will do instead of your own attempt to copy Christ. Your natural life is derived from your parents. That does not mean that it will stay there if you do nothing about it. You can lose it by neglect. You can drive it away by committing suicide. You have to feed it and look after it. But always remember that you are not making it. You are only keeping up a life you got from someone else. അപ്പോൾ സ്വാഭാവിക ജീവനും ക്രിസ്ത്യൻ ലൈഫും തമ്മിലുള്ള ഒരു താരതമ്യം അദ്ദേഹം ഈ സമയത്ത് പറയുകയാണ്. അപ്പോൾ ഇൻ ദ സെയിം വേ എ ക്രിസ്ത്യൻ ക്യാൻ ലൂസ് ദ ക്രൈസ്റ്റ് ലൈഫ് which has been put into him, and he has to make efforts to keep it. But even the best Christian that ever lived is not acting on his own steam. He is only nourishing or protecting a life he could never have acquired by his own efforts. അപ്പോൾ ഒരിക്കലും നമുക്ക് സ്വന്തമായിട്ട് നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു ജീവൻ നമുക്ക് ലഭിച്ച ജീവനാണ് ഇത്. പക്ഷെ
നമ്മളത് കാത്തു സൂക്ഷിക്കാനും അതിനെ പരിപാലിക്കാനും ശക്തീകരിക്കാനും ഒക്കെയുള്ള കർത്തവ്യം നമുക്കുണ്ട്. അപ്പോ അത് നമ്മുടെ ഒരു ക്രിസ്തീയ സാധാരണ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു. അതായത് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ തെറ്റിപ്പോകാത്ത ആളൊന്നുമല്ല. അതേസമയം ക്രിസ്തു അവന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് അവന് ഇൻ ക്രൈസ്റ്റ് അവന് ആ തെറ്റിനെ തിരുത്താനും അനുദപിക്കാനും സാധിക്കുന്നു. അതാണ് അവന് സാധിക്കുന്ന ഒരു കാര്യം. അത് ക്രിസ്ത്യാനിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെയാണ് ഒരു ക്രിസ്ത്യാനി ഒരു സാധാരണ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. അപ്പോ അതിന് അദ്ദേഹം പറയുന്നത്, ഒരു നന്നായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ശക്തിയാലും അവന്റെ ബലത്താലും അവൻ ജീവിക്കാൻ ശ്രമിക്കുകയും ആ ജീവിതത്തെ ദൈവം അംഗീകരിക്കുമെന്നും അതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നും അവൻ ചിന്തിക്കുന്നു. അതാണ് പൊതുവെ മനുഷ്യരുടെ ചിന്ത. അവന്റെ നന്മ ദൈവത്തിന് പ്രസാദമായിട്ട് തീരുകയും ദൈവം അതിനെ അംഗീകരിക്കുകയും അങ്ങനെ അവന് ദൈവത്തിന് മുമ്പിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും എന്ന് അവൻ ചിന്തിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനി അവനിൽ വസിക്കുന്ന ദൈവത്താൽ അല്ലെങ്കിൽ ക്രിസ്തുവിനാലാണ് ഇത് സാധിക്കുന്നതെന്നും ക്രിസ്തുവിന്റെ സഹായത്താൽ മാത്രമാണ് അവന് നന്മ ചെയ്യാനായിട്ട് കഴിയുന്നതെന്നും വിശ്വസിക്കുന്നു. അതാണ് ക്രിസ്ത്യാനിയും സാധാരണ ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അതാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോ അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവന അത് പല സമയത്തും കോട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും C.S. ലൂയിസിന്റെ കോട്ടുകളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു കോട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ഒരു ക്രിസ്ത്യാനി ചിന്തിക്കുന്നതും ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച്. അപ്പൊ അതിതാണ്, he does not think that God will love us because we are good, but that God will make us good because he loves us. അപ്പോ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് he does not think that God will love us because we are good. നമ്മൾ നല്ലവരായതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നല്ല, നമ്മെ നാം നന്മ ചെയ്തുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ നമ്മെ നല്ലവരായി ജീവിക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ നമ്മെ നല്ലവരാക്കും. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ശരിയായിട്ടുള്ള ചിന്ത. നന്മ ചെയ്യുന്നത് കൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അതാണ് പൊതുവെ മനുഷ്യരൊക്കെ ചിന്തിക്കുന്ന ചിന്ത. അങ്ങനെയല്ല, നമ്മെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് നന്നായി ജീവിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും, അല്ലെങ്കിൽ അവൻ നമ്മെ നല്ലവരാക്കി മാറ്റും എന്നാണ് ക്രിസ്ത്യാനിയുടെ ചിന്ത. അപ്പോ അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്, അത് നമ്മൾ ബൈബിളിൽ കാണുന്ന വാക്കാണ് ഇൻ ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ എന്നുള്ളതായിരിക്കുന്ന ആ പ്രയോഗം. അപ്പൊ വിശ്വാസി, ഒരു ക്രിസ്ത്യാനി, അവൻ ക്രിസ്തുവിലാണ്, ഇൻ ക്രൈസ്റ്റ് ആണ്. അപ്പോൾ ഈ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹം ഒന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. When they speak of being in Christ or Christ being in them, this is not simply a way of saying that they are thinking about Christ or copying him. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് ഒരു ധാരണയിലൊക്കെ ജീവിക്കുന്നു, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മയിലൊക്കെ ജീവിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അങ്ങനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ചിന്തയൊന്നും അല്ല ഇൻ ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ. ഇൻ ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ അതല്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് എന്താണ് ഇൻ ക്രൈസ്റ്റ് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോ ക്രിസ്തു ഒരു മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്നത് പോലെ അവനിലൂടെ ജീവിക്കുന്നത് അനുഭവത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അതാണ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ ജീവിക്കുന്ന, അവനുമായിട്ട് ഒരു ജീവൽ ബന്ധത്തിലേക്ക് യേശുവുമായിട്ട് ഒരു വ്യക്തി വരുന്ന ആ ബന്ധത്തെക്കുറിച്ചാണ്, ആ ജീവിതത്തെക്കുറിച്ചാണ് ഇൻ ക്രൈസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ they mean that Christ is actually operating through them, that the whole mass of Christians are physical organism through which Christ acts. അപ്പോ
ക്രിസ്തു ഒരു വ്യക്തിയിലൂടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു സമൂഹത്തിലൂടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും അവരിലൂടെ ഒരു ജൈവ സമൂഹം എന്ന പോലെ, ഒരു ജീവനുള്ള ഒരു ഓർഗാനിസം എന്ന പോലെ ആയി ഒരു സമൂഹമായിട്ട് തീരുകയും ചെയ്യുന്ന ഒന്നാണ് ക്രൈസ്തവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ. അപ്പോൾ ആ നിലയിലുള്ള ഒരു ജൈവ ബന്ധത്തെ കുറിച്ചാണ് ഇൻ ക്രൈസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ല ക്രിസ്തുവിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള, ധാരണയുള്ള, അറിവുള്ള ആളുകൾ എന്നുള്ള അർത്ഥത്തിലല്ല ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പ്രയോഗമായിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നു. നമുക്കറിയാമല്ലോ, ബൈബിളിൽ അതിന് സമാനമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലൊക്കെ മുന്തിരിവള്ളിയുടെ ഉപമയൊക്കെ പറയുമ്പോൾ മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കൊമ്പുകൾ, അതിൽ നിന്ന് രസവും അതിൽ നിന്ന് ഊർജവും അതിൽ നിന്ന് ജീവനും പ്രാപിക്കുന്ന കൊമ്പുകളാണ് അതിൽ നിന്നാണ് ഫലമുണ്ടാവുന്നത്. അങ്ങനെ അല്ലാതെ പോകുന്ന കൊമ്പുകൾ പ്രയോജനകരമല്ലാതെ തീരുന്നു എന്നുള്ള കാര്യമൊക്കെ കർത്താവ് പറയുമ്പോൾ ആ ഒരു ജീവൻ ബന്ധത്തെ കുറിച്ചാണ് അവിടെ കാണുന്നത്. അപ്പൊ കർത്താവും ഒരു വ്യക്തിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരുന്നു. അതാണ് ഇൻ ക്രൈസ്റ്റ് എന്നതിന്റെ അർത്ഥം. അപ്പോ അതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ ആധാരം, അല്ലെങ്കിൽ അവൻ ജീവിക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു ഓപ്പറേഷനിലൂടെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത് ക്രിസ്തു പ്രവർത്തിക്കുന്ന ഒരു സജീവ വ്യവസ്ഥയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കൈകാലുകളും ശരീരത്തിന്റെ അവയവങ്ങളും ഒക്കെ ആയിട്ട് ക്രിസ്ത്യാനികൾ മാറുന്നു. ക്രിസ്തു അവരിലൂടെ ലോകത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോ ലൂയിസ് നേരത്തെ പറഞ്ഞ ഈ സ്നാനത്തെ കുറിച്ച്, അതേപോലെയുള്ള കർത്തൃമേശയെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അപ്പോ അതിലാണല്ലോ നമുക്ക് വേദശാസ്ത്രപരമായിട്ട് അദ്ദേഹത്തോട് വിയോജിപ്പ് തോന്നുന്ന രംഗമാണത്. അപ്പൊ അതിന് അദ്ദേഹം ഇവിടെ ഒരു കണക്ഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഈ സ്നാനവും തിരുത്താഴവും ഒക്കെ ചില ആക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോ ശരീരത്തിനും അതേപോലെയുള്ള ഒരു ഓർഗാനിസത്തിനും അങ്ങനെയുള്ള ചില ഫിസിക്കൽ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഇത് വിശ്വാസവും ഈ ക്രിസ്തീയ ജീവിതവും അങ്ങനെ ഒരു വഴിയിലൂടെ ദൈവം വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോ അതിനദ്ദേഹം ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണമൊന്നും തരാൻ ശ്രമിക്കുന്നില്ല. കാരണം അത് വിശദീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞു പോകുന്നത്. അപ്പോ ദൈവം പിന്നെ അപ്പവും വീഞ്ഞും അത് ഫിസിക്കൽ സാധനങ്ങളാണ്. അല്ലെങ്കിൽ മനുഷ്യന് ഇപ്പൊ കർത്താവിനെ ഓർക്കാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന അപ്പവും വീഞ്ഞും, അല്ലെങ്കിൽ തിരുവത്താഴം, അല്ലെങ്കിൽ ചില ആളുകൾ അതിനെ കുർബാനയായിട്ട് ചെയ്യുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെയും ദൈവത്തിന് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോ അതിന് വലിയൊരു വിശദീകരണം അദ്ദേഹം നൽകുന്നില്ല. കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. അപ്പോ ഈ സ്നാനവും മനോധർമ്മങ്ങൾ അല്ലെങ്കിൽ ഒരു മെന്റൽ കാര്യങ്ങളിൽ മാത്രമല്ലാതെ ഫിസിക്കൽ കാര്യങ്ങളും ഒരു ശരീരത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളും ദൈവം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോ ദൈവമാണ് ഭക്ഷണത്തെ ഉണ്ടാക്കിയത്. അപ്പൊ ആ ഭക്ഷണത്തിലൂടെയും ആത്മീയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ സാധിക്കും, ദൈവം അതിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കാര്യവും അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ അതിൽ കുറച്ചൊരു സെൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. എന്നിട്ട് അദ്ദേഹം അതിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന കാര്യം ഇതാണ്. അപ്പൊ ഈ ഭൂമി ഒരു എനിമി ഒക്യുപ്പൈഡ് ടെറിട്ടറി ആണ് എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ പറയുന്ന പ്രസ്താവനയാണ്. അപ്പൊ ഈ ശത്രുവിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ഭൂമിയിലേക്ക് ദൈവം വരുമ്പോൾ ദൈവം എന്തിനാണ് പുരുഷപ്രജനനായിട്ട് വരുന്നത്? എന്നിട്ട് ദൈവം അങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു രഹസ്യ സമൂഹത്തെ ഉണ്ടാക്കി, ഒരു പുതിയ രാജ്യം ഉണ്ടാക്കാനല്ല, ഒരു കാഴ്ചയില്ലാത്ത, കാഴ്ചയുടെ അപ്പുറത്തുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കി ആ സമൂഹത്തിലൂടെ ശത്രുവിനെ ഒരു നിഴൽ യുദ്ധത്തിലൂടെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തിനാണ്? നേർക്ക് നേരെ വന്ന് യുദ്ധം ചെയ്തുകൂടെ, അല്ലെങ്കിൽ നേരെ വന്ന് കീഴടക്കിക്കൂടെ എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഉത്തരവും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം അങ്ങനെ വന്ന് കീഴടക്കും, അതിന് സമയമുണ്ട്.
അത് നേർക്ക് നേരുള്ള ഒരു ഏറ്റുമുട്ടലിലൂടെ തന്നെ ദൈവം അതിനുള്ള ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ അതിന് പകരം ഈ ശത്രുവിനെതിരെ കർത്താവിന്റെ ഭാഗത്ത് നിൽക്കാൻ, ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ അവൻ സ്വമേധയ ഒരു അവസരം ആളുകൾക്ക് കൊടുക്കുകയാണ്. അത് സ്വന്തം ഇച്ഛപ്രകാരം ആളുകൾക്ക് ചെയ്യാം. അതിന് നിർബന്ധമില്ലാതെ തന്നെ സ്വന്തം താല്പര്യത്താൽ, ആലോചനയാൽ, കർത്താവിന്റെ സഹായത്താൽ അങ്ങനെ കർത്താവിന്റെ ഭാഗത്തേക്ക് നിൽക്കാൻ, ദൈവത്തിന്റെ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കാനുള്ള അവസരം ദൈവം മനുഷ്യൻ ഇപ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ അവസരം ഉപയോഗിക്കാനായിട്ടുള്ള ഒരു കാലയളവാണ് ഇത്. എന്നിട്ട് അദ്ദേഹം ഈ യുദ്ധവുമായിട്ടുള്ള ബന്ധം കണക്ട് ചെയ്തിട്ട് തന്നെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് യുദ്ധത്തിന്റെ സമയത്ത് നേരത്തെ മുന്നറിയിപ്പുകളൊക്കെ ലഭിച്ചു, എങ്കിലും ശത്രുപക്ഷത്ത് തന്നെ നിലയുറപ്പിക്കുകയും അവസാനം കീഴടക്കാനായിട്ട് സൈന്യം വരുമ്പോൾ അവരുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രണമിക്കുകയും ചെയ്യുന്നത് ഒട്ടും ഒരു നല്ല കാര്യമല്ലല്ലോ, അതുകൊണ്ട് ഗുണമല്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് there is no use saying you choose to lie down when it has become impossible to stand up. അപ്പൊ എഴുന്നേറ്റ് നിന്ന് പോരാടാനായിട്ട് പറ്റാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ ഞാൻ ഇതാ വീണ് കീഴടങ്ങുന്നു എന്ന് പറയുന്നത് ഒട്ടും കേമത്തരമല്ല. കാരണം അവന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ആ സ്ഥിതിയിൽ എത്തിപ്പോയി. അപ്പൊ കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരും. അല്ലെങ്കിൽ കർത്താവ് വന്ന് ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയാണ് വരുന്നത്. ആ സമയത്ത് ഞാൻ അങ്ങനെ കർത്താവിന്റെ ഭാഗത്തേക്ക് വരും എന്ന് പറയുന്നതിന് കാര്യമൊന്നുമില്ല. ഇപ്പോഴാണ് അതിനുള്ള സമയം, അല്ലെങ്കിൽ ഇപ്പോൾ സ്വമേധയ അവന്റെ ഭാഗത്തേക്ക് ചേരാനായിട്ടുള്ള അവസരം ദൈവം വെച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ കർത്താവ് വരുന്നതിനുള്ള കാലതാമസമായിട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവ് നേരിട്ട് വന്ന് കീഴടക്കാതെ ഒരു കുറച്ച് കാലയളവ് അതിനുവേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് വലിയ നന്മയായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തടയാൻ പറ്റാത്ത വലിയ ദുരന്തമായിട്ട് അത് തീരും. ഇറ്റ് വിൽ സ്ട്രൈക്ക് ഐദർ ഇറസിസ്റ്റിബിൾ ലവ് ഓർ ഇറസിസ്റ്റിബിൾ ഹൊറർ ഇൻ ടു എവറി ക്രീച്ചർ എന്നാണ്. അത് ഓരോ ജീവിക്കും, ഓരോ വ്യക്തിക്കും, ഓരോ മനുഷ്യനും ഒന്നുകിൽ ഇറസിസ്റ്റിബിൾ ലവ് ആണ്, അല്ലെങ്കിൽ ഇറസിസ്റ്റിബിൾ ഹൊറർ ആയിട്ട് മാറും. അങ്ങനെ ഒരു കാലം വരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു വശം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആ വശം തിരഞ്ഞെടുത്തിട്ട് ശരിയായ വശത്ത് നിൽക്കാനായിട്ടുള്ള അവസരം ഇപ്പോൾ ദൈവം നൽകുകയാണ്. അപ്പൊ അതെങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതാണ് അതിന്റെ കൺക്ലൂഷൻ ആയിട്ട് ലൂയിസ് പറഞ്ഞു വെക്കുന്നതായിട്ടുള്ള കാര്യം. അപ്പൊ ഇതോടുകൂടിയാണ് ഈ അധ്യായം സെക്കൻഡ് ബുക്ക് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പോ ഈ സെക്കൻഡ് ബുക്ക് തീർന്നു. ഇനിയുള്ളത് ബുക്ക് 3യും ബുക്ക് 4ഉം ആണ്. അപ്പോ നമ്മൾക്ക് ഇനിയുള്ള കാര്യങ്ങള് നമ്മൾ സ്വന്തം പഠിക്കാം എന്നങ്ങ് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അപ്പൊ ഇനി മൊറാലിറ്റിയെ കുറിച്ചാണ്, അടുത്ത ക്രിസ്ത്യൻ ബിഹേവിയർ എന്നുള്ള ചാപ്റ്ററാണ് അദ്ദേഹത്തിൻ്റെത്. അതിലാണ് അദ്ദേഹം ധാർമ്മികത എന്നുള്ള വിഷയം കൊണ്ടുവരുന്നത്. ധാർമ്മികതയുടെ 3 ആസ്പെക്റ്റുകൾ അദ്ദേഹം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ധാർമ്മികതയ്ക്കുള്ള 3 വശങ്ങൾ. അതില് ഒരു വ്യക്തിപരമായിട്ടുള്ള ധാർമ്മികത, അതേപോലെ പരസ്പര ബന്ധത്തിലുള്ള ധാർമ്മികത, ഒരു നിത്യമായിട്ടുള്ള ബന്ധത്തിൽ, നിത്യമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു ധാർമ്മികത. അപ്പൊ ഇത് 3 തമ്മിലുള്ള ബന്ധം, ഇത് 3 തമ്മിലുള്ള പരസ്പര പ്രവർത്തനങ്ങൾ, അതെങ്ങനെ ഇരിക്കുന്നു, അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ പൊതുവെ എല്ലാവരും പറയുമ്പോൾ ഈ 2 വ്യക്തികൾ തമ്മിലുള്ള ധാർമ്മികതയെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുക. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മൾ സോഷ്യൽ മൊറാലിറ്റിയെ കുറിച്ച് വളരെ കാര്യമായിട്ട് പറയുന്നു. അപ്പോ അത് ഫെയർ പ്ലേ, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ഫെയർ പ്ലേ എന്ന വാക്കാണ്. ഫെയർ പ്ലേ ഒരു നമ്മള് നിയമപരമായിട്ടുള്ള നിയമപരമായിട്ട് കളിക്കുന്നു, മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കാര്യം ചെയ്യുന്നത്. അതാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. പക്ഷെ ആളുകൾ വളരെയധികം മറന്നു പോകുന്ന ഒരു കാര്യം അവന്റെ
സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ അവന്റെ വ്യക്തിപരമായ തലത്തിലുള്ള ധാർമ്മികതയെ അവൻ അവഗണിക്കുന്നു. ഒന്ന്, അതേപോലെ തന്നെ അവന്റെ നിത്യതയുടെ ബന്ധത്തിലുള്ള ഇറ്റേണൽ മോറൽ അക്കൗണ്ടബിലിറ്റി അവൻ മറന്നുപോകുന്നു. അപ്പോ നമ്മളെപ്പോഴും ചുറ്റും കാണുന്ന കാര്യങ്ങളാണ് ഈ സോഷ്യൽ മൊറാലിറ്റിയെ കുറിച്ചുള്ള ചിന്ത. അപ്പൊ സോഷ്യൽ മൊറാലിറ്റിയുടെ ഒരു പേര് പറഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കാത്തതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരവാദിത്വം, എനിക്ക് ഇത്രയൊക്കെ മതി, ഞാനത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഈ പുസ്തകത്തില്, രണ്ടാമത്തെ പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത്. ഈ 3 മൊറാലിറ്റിയും അതിന്റെ പ്രൊപ്പോർഷനും വളരെ കൃത്യമായിട്ട് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. പിന്നീട് അദ്ദേഹം കാർഡിനൽ വെർച്യൂസ് എന്നുള്ള അധ്യായം, രണ്ടാം അധ്യായത്തിൽ കാർഡിനൽ വെർച്യൂസ്, അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ശ്രദ്ധേയവുമായിട്ടുള്ള സൽഗുണങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. വെർച്യൂസ്, ക്രിസ്ത്യൻ വെർച്യൂസ് എന്ന രീതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അതിലെ ഓരോന്നിന്റെ വിശദീകരണവും അതിന്റെ പ്രസക്തിയും ഒക്കെ അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് ഒരു ക്രിസ്തീയ ഗ്രൂപ്പില് ഒരു എങ്ങനെയാണ് ഇത് പ്രായോഗികമായിട്ട് നടക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഒരു ക്രിസ്ത്യൻ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ ദൈവം എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നു, അതിന്റെ ഗുണം, അതിന്റെ മൂല്യം ദൈവത്തിന് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്നത് എന്നുള്ള ചോദ്യവും അതിനുള്ള ഉത്തരവൊക്കെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു. പിന്നീട് ഈ സോഷ്യൽ മൊറാലിറ്റിയെ കുറിച്ച് 3-ാമത്തെ അധ്യായത്തിൽ കുറച്ചുകൂടി വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ സൊസൈറ്റി എന്ന മട്ടില് അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും അതിലെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ നമ്മൾ കാണുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പുകൾ സൊസൈറ്റിയിലും അതേപോലെ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ കാണുന്ന സ്റ്റീരിയോ ടൈപ്പുകൾ അല്ല ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെ അടിസ്ഥാനം, അത് തെറ്റായിട്ടുള്ള ചില മാതൃകകളാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ചുകൂടി വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സൊസൈറ്റിയെ കുറിച്ചുള്ള ചിത്രം അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. പിന്നെ മൊറാലിറ്റിയും സൈക്കോ അനാലിസിസും തമ്മിലുള്ള ഒരു താരതമ്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സൈക്കോളജി ആണെങ്കിലും അതേപോലെ ക്രിസ്ത്യൻ ചിന്തകളാണെങ്കിലും മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെ അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തെ, അവന്റെ ആന്തരിക ജീവിതത്തെ കുറിച്ച് വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്ന, അതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്ന 2 ബ്രാഞ്ചുകളാണ്. പക്ഷെ രണ്ടിനും 2 ഊന്നലാണ്, രണ്ടും 2 വ്യത്യസ്തമായ നിലയിലാണ് മനുഷ്യനെ കാണുന്നത്. എന്താണ് അതിന്റെ വ്യത്യാസം എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ അടുത്ത അധ്യായത്തിൽ അദ്ദേഹം സെക്ഷുവൽ മൊറാലിറ്റിയെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള അധ്യായമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ലൈംഗിക ആഗ്രഹങ്ങൾ അത് എന്തുകൊണ്ടാണ് വഴിതെറ്റി പോകുന്നത്, അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ്, അതിനെങ്ങനെ ഒരു ചലഞ്ചായിട്ട് നമ്മൾ ഫേസ് ചെയ്യണം എന്നതിനെ കുറിച്ച്, ഒരു ഡിസ്ഫങ്ഷണൽ സെക്ഷൽ ആപ്പിറ്റൈറ്റുകൾ, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വിവാഹത്തെക്കുറിച്ച്, ക്രിസ്ത്യൻ മാരേജ്, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഒരു അധ്യായം ഫൊർഗീവ്നെസ്സിനെ കുറിച്ചുണ്ട്. അതിൽ ഫൊർഗീവ്നെസ് എന്നുള്ളത് ഒരു നിത്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം, നിത്യജീവൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു സെൻട്രൽ എക്സ്പീരിയൻസ് എന്ന മട്ടില് ഫൊർഗീവ്നെസ്സിനെ അദ്ദേഹം അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ 8-ാമത്തെ അധ്യായമാണ് ദ ഗ്രേറ്റ് സിൻ. നമ്മൾ പണ്ടൊരിക്കൽ നമ്മുടെ നമ്മുടെ എംവൈസിയുടെ സീനിയർ ഗ്രൂപ്പിൽ വെച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചതാണ്. ദ ഗ്രേറ്റ് സിൻ എന്ന് പറയുന്നത് പ്രൈഡിനെ കുറിച്ച്, അഹങ്കാരം എന്നതിനെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിന്നെ ചാരിറ്റി, ഹോപ്പ്, ഫെയ്ത്ത് തുടങ്ങിയ അധ്യായങ്ങൾ അദ്ദേഹം അതിനുശേഷം പറയുന്നുണ്ട്. പിന്നെ ബുക്ക് നമ്പർ 4 ദ പേഴ്സണാലിറ്റി ബിയോണ്ട് പേഴ്സണാലിറ്റി, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ദ ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി. അതില് ത്രിയേകത്വം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് ബിയോണ്ട് പേഴ്സണാലിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തിയോളജി എന്താണെന്നും തിയോളജിയുടെ പ്രാധാന്യം എന്താണെന്നും അതിനെ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഉപേക്ഷിക്കരുത് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. അതേപോലെ ദ 3 പേഴ്സണൽ ഗോഡ്, അപ്പോൾ ക്രൈസ്തവ ദൈവ സങ്കല്പം, ദൈവത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ ചിന്ത, വേദശാസ്ത്രം, അതിന്റെ ഇഴതിരിക്കാനായിട്ട് അദ്ദേഹം നടത്തുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത പുസ്തകത്തിൽ അദ്ദേഹം അധികമായിട്ട് ചെയ്തിരിക്കുന്നത്.
എന്നിട്ട് അദ്ദേഹം അവസാനം ദ ന്യൂ മാൻ എന്നുള്ള ചാപ്റ്ററോടുകൂടിയാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അപ്പോ എവല്യൂഷൻ എന്നുള്ള കാര്യവുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ക്രിസ്തുവിലൂടെ ഒരു പുതിയ മനുഷ്യവർഗത്തെ ദൈവം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് ഒരു ക്രൈസ്തവ ലോകവീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു പുതിയ മാനവികതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഓവർവ്യൂ ആയിട്ട് ഇനി കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് തൽക്കാലം ഈ പഠനം ഇവിടെ വെച്ചൊക്കെ നിർത്തിയിട്ട് ഈ പുസ്തകം താല്പര്യമുള്ളവർ ബാക്കിയുള്ള അധ്യായങ്ങൾ വായിക്കുകയും അതിലെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യാം. അതാണ് എൻ്റെ ഒരു ചിന്ത. നിങ്ങൾക്ക് പ്രതികരിക്കാം.